So now we will be moving on to the next question. Find the values of p and q for which f of x is equal to 1 minus sine cube x divided by 3 cos square x if x is lesser than pi by 2, p if x is equal to pi by 2, q into 1 minus sine x divided by pi minus 2x the whole square if x is greater than pi by 2, if the function is continuous at x is equal to pi by 2. x is equal to pi by 2 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പിൻ്റെയും ഈ ക്യൂവിൻ്റെയും വാല്യൂസ് ആണ്. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ, അതിൻ്റെ അതേ ലോജിക്ക് തന്നെയാണ്. ദർ ഇസ് നത്തിങ് മോർ ഹിയർ. ഓക്കെ, വാട്ട് യു ആർ സപ്പോസ് ടു ഡു ഇസ് സെക്കൻഡ്. ഓക്കെ, സോ വാട്ട് യു ആർ സപ്പോസ് ടു ഡു ഇസ് വി ഹാവ് ടു ഇക്വേറ്റ് LHL to RHL and this should be equal to the function's value at pi by 2. LHLും RHLും ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് പൈ ബൈ 2 മൂന്നും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, സോ ഇവിടുന്ന് നമ്മൾ LHL എന്ന് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും LHL ഇസ് ഈക്വൽ ടു ഫംഗ്ഷണൽ വാല്യൂ അറ്റ് പൈ ബൈ 2 ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പിൻ്റെ വാല്യൂ കിട്ടും. ബിക്കോസ് ദിസ് ഇസ് എ ലിമിറ്റ് ദാറ്റ് ഇസ് ഡിവൈഡ് ഓഫ് എനി കോൺസ്റ്റന്റ്. ഇവിടെ നമുക്കറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലിമിറ്റ് ടെൻഡിങ് ടു പൈ ബൈ 2 ഈ സാധനത്തിൻ്റെ കണ്ടുപിടിക്കാം. ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡിങ് ടു പൈ ബൈ 2 ഈ സാധനത്തിന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇഫ് ദിസ് ഇസ് പോസിബിൾ, ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും. അതിനെ പിടിച്ചിട്ട് ഈ പിൻ്റെ കൂടി ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിൻ്റെ വാല്യൂ കിട്ടും. ബിക്കോസ് പി ഇസ് ദ ഫംഗ്ഷൻസ് വാല്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഈ ഒരു സാധനമാണ് പി. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആർച്ചൽ ഇസ് ഈക്വൽ ടു എഫ് പൈ ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. എങ്ങനെ ക്യൂവിൻ്റെ വാല്യൂ കിട്ടുക? അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി പിൻ്റെ വാല്യൂ കിട്ടി. ഈ ലിമിറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പിൻ്റെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ഈ സാധനത്തിനെ പിടിച്ചിട്ട് ഇവൻ്റെ കൂടി ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റാണ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്ന സംഭവം, ഈ ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ക്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അപ്പോൾ പുറത്തേക്ക് എടുക്കാം. പിന്നെ ബാക്കി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡിങ് ടു പൈ ബൈ 2 ഈ സാധനത്തിൻ്റെ വാല്യൂ. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഡൂവബിൾ, കാരണം ഇതിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇതും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ പിയും ഇതും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഒരു ഓവർവ്യൂ മാത്രമായിരുന്നു. ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് മച്ച്. നമുക്കിവിടെ പിയും ക്യൂവും വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ LHL കണ്ടുപിടിക്കണം, പിന്നെ RHL കണ്ടുപിടിക്കണം, പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇവർ മൂന്ന് പേരെയും ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പിയും ക്യൂവും തന്നെ കിട്ടി തുടങ്ങും. ഓക്കെ അല്ലേ? സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ സൊല്യൂഷൻ. സോ ആദ്യം നമുക്ക് LHL ഇസ് ഈക്വൽ ടു പി കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ LHL ഇസ് ഈക്വൽ ടു പി എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡിങ് ടു പൈ ബൈ 2 മൈനസ് അല്ല LHL എപ്പോഴും മൈനസിലേക്ക് അല്ലേ പോവുക, മൈനസിൽ നിന്നല്ല വരിക. ഇവിടെ പൈ ബൈ 2 മൈനസ് എന്താ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ പൈ ബൈ 2 മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് വി ആർ അപ്രോച്ചിങ് പൈ ബൈ 2 ഫ്രം നമ്പേഴ്സ് ദാറ്റ് ആർ ലെസർ ദാൻ പൈ ബൈ 2. അതുകൊണ്ടാണ് ഈ സാധനത്തിൻ്റെ വാല്യൂ ഇത് പൈ ബൈ 2 മൈനസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ പൈ ബൈ 2 മൈനസ്. ഇനി നമ്മൾ പൈ ബൈ 2 നിന്ന് ലെസർ ദാൻ നമ്പേഴ്സ് വഴി പൈ ബൈ 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഓക്കെ, വെൻ വി ആർ അപ്രോച്ചിങ് പൈ ബൈ 2 ഫ്രം ദ ലെഫ്റ്റ്, വെൻ വി ആർ അപ്രോച്ചിങ് പൈ ബൈ 2 ഫ്രം നമ്പേഴ്സ് ദറ്റ് ആർ ലെസർ ദാൻ പൈ ബൈ 2, നമ്മൾ ഫംഗ്ഷൻ്റെ ഏത് ഡെഫിനേഷൻ എടുക്കണ്ടേ? വി ആർ സപ്പോസ് ടു ടേക്ക് ദിസ് ഡെഫിനേഷൻ, 1 മൈനസ് സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 3 കോസ് സ്ക്വയർ എക്സ്. സോ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഫംഗ്ഷൻ ഡെഫിനേഷൻ ഏതാ? 1 മൈനസ് സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 3 cos സ്ക്വയർ എക്സ്. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദിസ് ഇസ് ഈക്വൽ ടു ദ ഫങ്ഷൻസ് വാല്യൂ അറ്റ് പൈ ബൈ 2, കാരണം എന്നാൽ മാത്രമേ ഇത് കണ്ടിന്യൂസ് ആവും. ആൻഡ് ദ ഫങ്ഷൻസ് വാല്യൂ അറ്റ് പൈ ബൈ 2 ഇസ് പി. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു സോൾവ് ദിസ്. സോ ഈ ഒരു സാധനത്തിനെ സോൾവ് ചെയ്യണമെങ്കിൽ ഐ വോണ്ട് യു ടു കെയർഫുള്ളി ഒബ്സർവ് ദിസ് ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷൻ? 1 മൈനസ് സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 3 കോസ് സ്ക്വയർ എക്സ്. ഇതിന് നോക്കണം. ഇതിൽ 1/3 വേണമെങ്കിൽ എനിക്ക് കോമൺ എടുക്കാം, ബിക്കോസ് 3 ഇസ് എ കോൺസ്റ്റന്റ്. സോ നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലിമിറ്റിൻ്റെ ഉള്ളിൽ കോൺസ്റ്റന്റ് മൾട്ടിപ്ലിക്കേഷനിലുണ്ടെങ്കിൽ നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. അത് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണല്ലോ, നമ്മൾ ഓൾറെഡി 11th പഠിച്ചിട്ടുള്ളത്. ദെൻ വി ആർ ലെഫ്റ്റ് വിത്ത്, പിന്നെ എന്താ നമുക്ക് ബാക്കി കിട്ടുന്നത്? 1 മൈനസ് സൈൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ വെറും കോസ് സ്ക്വയർ എക്സ് എന്ന് വരും.
സോ ഇതിൻ്റെ ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സാധനത്തിൻ്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത് വെൻ എക്സ് ഇസ് ടെൻഡിങ് ടു പൈ ബൈ ടു മൈനസ്, അല്ലെങ്കിൽ എക്സ് ഇസ് ടെൻഡിങ് ടു പൈ ബൈ ടു. ബേസിക്കലി കണ്ടുപിടിക്കാൻ മാർഗമുണ്ടോ? കണ്ടുപിടിക്കുന്നതിനെക്കാട്ട് ഉപരി നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എനിക്ക് ഈ ഒരു എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് വല്ല മാർഗമുണ്ടോ? ക്യാൻ ഐ മേക്ക് ദിസ് ലിറ്റിൽ ബിറ്റ് ഈസിയർ? ഇതിനെ കുറച്ചുകൂടി എനിക്ക് എളുപ്പമാക്കാൻ പറ്റുമോ? സോ അതിന് ആക്ച്വലി പറ്റും. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം 1 മൈനസ് സൈൻ ക്യൂബ് എക്സ്. ഇതിലെനിക്ക് 1നെ പിടിച്ച് 1 ക്യൂബ് എന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഇത് ബേസിക്കലി ഞാൻ 1നെ എ എന്നും ഈ സൈൻ എക്സിനെ ഞാൻ ബി എന്നും വിളിച്ചാൽ ഇത് എ ക്യൂബ് മൈനസ് ബി ക്യൂബിൻ്റെ ഫോമിലാണ്. ആൻഡ് ദാറ്റ് ഈസ് ആൻ ഐഡൻറ്റിറ്റി. വി ഹാവ് എൻ ഐഡൻറ്റിറ്റി ഫോർ ദാറ്റ്. ദിസ് ഇസ് ഈക്വൽ ടു എ ക്യൂബ്, എ ക്യൂബ് അല്ല, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. എ ബി എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ വെറും സൈൻ എക്സ് എന്ന് വരും. ഓക്കെ, സോ വി സിംപ്ലിഫൈഡ് ദി അപ്പർ പാർട്ട്. ഇനി നമ്മൾ താഴത്തെ പാർട്ടിലേക്ക് വരിക. കോസ് സ്ക്വയർ എക്സിന് ഇവൻ എങ്ങനെയെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. വി നോ ദാറ്റ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓൾജിബ്രൈക്ക് ഐഡൻറ്റിറ്റി ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓൾജിബ്രൈക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. അവിടുന്ന് സൈൻ സ്ക്വയർ എക്സിന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് ഈ ഒരു സാധനം കിട്ടും. ഇത് ഓൾറെഡി നിങ്ങൾ ആവശ്യത്തിന് പഠിച്ചിട്ടുള്ളത്. നൗ വാട്ട് മോർ ക്യാൻ വി ഡു? എനിക്ക് ഈ 1നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 1 സ്ക്വയർ എന്ന് വിളിക്കാം. നേരത്തെ ഞാൻ 1നെ പിടിച്ച് 1 ക്യൂബ് എന്ന് വിളിച്ചു. ഇവിടെ ഞാൻ 1നെ പിടിച്ച് 1 സ്ക്വയർ എന്ന് വിളിച്ചു. രണ്ടിൻ്റെ വാല്യൂ ഒന്ന് തന്നെയല്ലേ? തെറ്റൊന്നുമില്ല. സോ ദിസ് ബിക്കംസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ? ഇതും അറിയാവുന്ന ഐഡൻറ്റിറ്റിയാണ്. 1 മൈനസ് സൈൻ എക്സ് 1 പ്ലസ് സൈൻ എക്സ്. Okay, now what we are going to do, we are actually dividing this. Okay, നമ്മൾ ഡിവൈഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിവിടെ ഈ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് സൈൻ ക്യൂബ് എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവുക? ഞാനിവിടെ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് അങ്ങനെ എഴുതി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ 1 മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതി. Now we just cancel these two. Okay, we'll be left with 1 plus sin square x plus sin x divided by 1 plus sin x. Okay, അപ്പോൾ ബേസിക്കലി നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണ്. അതായത് ഇതിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ എം ഗോയിങ് ടു ഡു. സോ അൾട്ടിമേറ്റ്ലി ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ലിമിറ്റ് എക്സ് ഇസ് ടെൻഡിങ് ടു പൈ ബൈ 2 മൈനസ് 1/3 ടൈംസ് 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ്. ദിസ് വാല്യൂ ഓഫ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു പി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ് ഇടുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? വൈ ഡിഡ് വി ഡു ഓൾ ദിസ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? കാരണം ഇവിടെ ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 2 എന്നിട്ട് കോസ് പൈ ബൈ 2 0 എന്ന് വരും. ഡിനോമിനേറ്റർ 0 ആവും. ദാറ്റ് ഇസ് എ ബിഗ് പ്രോബ്ലം. അത് നമുക്ക് അലോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇത് സോൾവ് ചെയ്ത് തുടങ്ങി. നൗ ഐ ഹാവ് റീച്ച് ദിസ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 2 എന്നിട്ട് ഡിനോമിനേറ്റർ 0 ആവും. എനി പ്രോബ്ലംസ്? നോ പ്രോബ്ലംസ്. ബിക്കോസ് സൈൻ പൈ ബൈ 2 ഇസ് 1, 1 പ്ലസ് 1 ഇസ് 2, ദ ഡിനോമിനേറ്റർ ഇസ് നോട്ട് 0. ദെൻ we can directly substitute എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാം. സോ നമുക്ക് എന്ത് കിട്ടും? 1/3 അങ്ങനെ തന്നെ, അതിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇൻറ്റു ഇവിടെ 1 പ്ലസ് സൈൻ സ്ക്വയർ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ സൈൻ പൈ ബൈ 2ൻ്റെ സ്ക്വയർ, അതെന്ന് 1ൻ്റെ സ്ക്വയർ, ദാറ്റ് ഇസ് 1 പ്ലസ് സൈൻ പൈ ബൈ 2 ദാറ്റ് ഇസ് ഓൾസോ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ പൈ ബൈ 2 ഓൾസോ 1. ദിസ് വിൽ ഗിവ് മീ പി വിച്ച് ഇസ് ഈക്വൽ ടു, ഇതെന്താ വരിക? 1/3 ഇൻറ്റു 3/2 which is equal to 1/2. അപ്പോൾ എനിക്ക് എൻ്റെ പീൻ്റെ വാല്യൂ കിട്ടി 1/2 ആണ്. ഓക്കെ അല്ലേ? സോ ഈ രീതിയിൽ നമ്മൾ പീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. നൗ വി ഹാവ് ടു, അപ്പോൾ എങ്ങനെ നമ്മൾ പീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചേ? വി സോൾവ് ഫോർ പി ബൈ ഇക്വേറ്റിംഗ് LHL is equal to functions value at π/2. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതേ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? Q കണ്ടുപിടിക്കണം. Now how will we find Q? We will find Q by equating RHL to this functions value at π/2. ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ LHL പിടിച്ച് ഫംഗ്ഷൻസ് വാല്യൂ അറ്റ് π/2 ഇക്വേറ്റ് ചെയ്ത സമയത്ത് ഈ ഫംഗ്ഷൻസ് വാല്യൂ അറ്റ് π/2, അതായത് പി, ദിസ് വാസ് അൺനോൺ.
Now when we are equating this RHL to the function's value at pi by 2, this f of pi by 2, which is equal to p, is known, that is half. So our solution becomes easier. Obviously എനിക്ക് ഇനി ഇവിടെ നമ്മുടെ q കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ q കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും പറഞ്ഞതുപോലെ we have to equate RHL to half. So limit extending to pi by 2 plus, കാരണം RHL അല്ലേ, അപ്പോൾ നമ്മൾ we are approaching pi by 2 from values that are greater than pi by 2. റൈറ്റിൽ നല്ല അപ്രോച്ച് ആണ്. ഓക്കെ, ഇനി നമ്മൾ RHL കൺസിഡർ ചെയ്യുന്ന സമയത്ത്, അതായത് പൈ ബൈ ടുവിനെക്കാട്ടും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പേഴ്സിൽ നിന്ന് പൈ ബൈ ടുവിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഏതാ? അതാണ് ഇത്, q ഇൻറ്റു 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2x the whole square. Okay, so here we are supposed to take the function definition, q into 1 minus sin x divided by pi minus 2x the whole square, and this will be equal to my p. ഇനിയിപ്പോൾ പി എന്ന് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്യാം. ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പി ആൻഡ് ക്യൂ ആർ കോൺസ്റ്റൻസ്. സോ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്യൂവിന് എനിക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. ബാക്കി നമ്മുടെ എന്തുണ്ടാവുക? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പൈ ബൈ 2 പ്ലസ് 1 മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ പൈ minus 2x the whole square. This will be equal to half. Now this question becomes pretty evident. ഒരു മിനിറ്റ്, ഇത് 9 അല്ല, ഇത് q ആണ്. ഞാൻ കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആക്കാം. ഇതാ. Okay, now the question becomes pretty clear. All we have to do is find, കാരണം ഇത് ഹാഫ് ആണ്. സോ ഇനി ഈ ഒരു ലിമിറ്റിന്റെ വാല്യൂം കൂടി ഞാൻ കണ്ടുപിടിച്ചാൽ എൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ലിമിറ്റിന്റെ വാല്യൂം കൂടി ഞാൻ കണ്ടുപിടിച്ചാൽ മൈ ക്വസ്റ്റ്യൻ ഈസ് കംപ്ലീറ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് എക്സാക്ട്ലി വി ആർ ഗോയിങ് ടു ഡു. We are going to find the value of this limit. കാരണം പിന്നെ അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടുമല്ലോ. സോ my goal now is to find the value of the limit extending to pi by 2 plus 1 minus sin x divided by pi minus 2x the whole square. ആൻഡ് ഈ ഒരു ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് വി ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ പ്രോബ്ലം. കാരണം നമുക്ക് ഇതിനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സൈൻ എക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വി ഹാവ് ടു യൂസ് സം ഫോം ഓഫ് എന്താ പറയുക സ്റ്റാൻഡേർഡ് ഐഡൻറ്റിറ്റി. ഫോർ എക്സാമ്പിൾ നമുക്ക് ലൈക്ക് യൂസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഐഡൻറ്റിറ്റിയുടെ എക്സാമ്പിളൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. വി കുഡ് ബി യൂസിങ് ഐഡൻറ്റിറ്റീസ് ലൈക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് പൈ എക്സ് ഈക്വൽ ടു 1. ഒന്നെങ്കിൽ ഈ ഐഡൻറ്റിറ്റി ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് this equal to 1. So we need to use some kind of identities that will involve trigonometric expressions. Okay, അല്ലെങ്കിൽ x by tan x equal to 1, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 x by sin x equal to 1. ഇതൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. ഈ ലിമിറ്റിൻ്റെ ഈ സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഐഡൻറ്റിറ്റീസ് അല്ല, സോറി, ലിമിറ്റ്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോഴല്ല, ഒബ്വിയസ്ലി യൂസ് ചെയ്യേണ്ടി വരും. 90% ചാൻസ് നമുക്ക് യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഇവരൊക്കെ ഇഫ് ഐ വോണ്ട് ടു സോൾവ് ദിസ് ലിമിറ്റ്. ആൻഡ് ഹിയർ ഇസ് ദ പ്രോബ്ലം. ഇവിടുത്തെ പ്രത്യേകതകൾ എന്താ? ഞാൻ എഴുതിയിരിക്കുന്ന ഈ രണ്ട് ലിമിറ്റിന് ഫോർ എക്സാമ്പിൾ എടുത്തോ. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ എന്ത് ആംഗിൾ ആണോ അതേ ആംഗിൾ തന്നെയാണ് താഴെ. സോ ഇഫ് ഐ ഇൻറ്റെൻഡ് ടു യൂസ് ദീസ് ലിമിറ്റ്സ്, എനിക്ക് ഈ ലിമിറ്റ്സിനെ യൂസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഐ നീഡ് ടു മേക്ക് ഇറ്റ് ഇൻ ടു സച്ച് എ മാനർ ദാറ്റ് ഐ ക്രിയേറ്റ് ദ സെയിം തിങ് ഇൻസൈഡ് ദ സൈൻ എക്സ് ദാറ്റ് ഈസ് ഗിവൺ ബിലോ. ഈ ലിമിറ്റ്സ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന പൈ മൈനസ് 2x ആ ഒരു രൂപത്തിലുള്ള എന്തെങ്കിലും എനിക്ക് സൈനിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, സൈനിൻ്റെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എന്താ? സൈനിൻ്റെ ആംഗിൾ. ഈ സൈനിൻ്റെ ആംഗിളിനുള്ളിൽ എനിക്ക് ഉണ്ടാക്കേണ്ടി വരും. സോ അതാണ് ഇപ്പം എൻ്റെ അടുത്ത ഒബ്ജക്റ്റീവ്. എങ്ങനെ എനിക്ക് അതിന് ഉണ്ടാക്കാൻ പറ്റും? എങ്ങനെ ഈ പൈ മൈനസ് 2x അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളിനെ എനിക്ക് പിടിച്ചിട്ട് സൈനിൻ്റെ ആംഗിൾ ഉണ്ടാക്കാൻ പറ്റും? അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അത് മനസ്സിലായാൽ മാത്രമേ പിന്നെ നമുക്ക് പിന്നെ ഫർദർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഐ അണ്ടർസ്റ്റുഡ് ഐ ഹാവ് ടു ക്രിയേറ്റ് സംതിങ് ദാറ്റ് റിസെമ്പിൾസ് ദിസ്.
ഈ താഴെ കൊടുത്തിരിക്കുന്ന പൈ മൈനസ് ടു എക്സിന് റിസംബിൾ ചെയ്യുന്ന എന്തെങ്കിലും എനിക്ക് സൈനിൻ്റെ ആംഗിളിൻ്റെ ഉള്ളിൽ കൊടുക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണം. അതാണ് എൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ലിമിറ്റിനെ ചെറുതായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകും. കാരണം എന്നാൽ മാത്രമേ എനിക്ക് വേണ്ട ഈ സാധനത്തിന് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റൂ. സോ ഹൗ വിൽ ഐ മാനിപ്പുലേറ്റ് ദിസ്? സോ ഐ നോ ദാറ്റ്. അപ്പോൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും മുമ്പ് നമുക്ക് കുറച്ച് സ്റ്റേജസ് ആയിട്ട് ചിന്തിക്കാണ്ട്. ഈ ഒരു ഐഡൻറ്റിറ്റീസിൽ ഇത് ഉപയോഗിക്കണമെങ്കിൽ വൺ മോർ തിങ് ഇസ്, താഴെ കൊടുത്തിരിക്കുന്ന ആംഗിൾ തന്നെയായിരിക്കണം മുകളിൽ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് കൂടാതെ ഈ നമ്പർ ഇറ്റ് ഷുഡ് ബി ടെൻഡിങ് ടു 0. ഓക്കെ, ഇവിടെ എൻ്റെ ഈ ഒരു എക്സിൻ്റെ വാല്യൂ ഇറ്റ് ഈസ് ടെൻഡിങ് ടു π/2. സോ ഫസ്റ്റ് ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ടെൻഡ് ടു 0. ഓക്കെ, എക്സ് തന്നെ അവിടെ നിന്നില്ലേ, ഞാൻ വേറൊരു വേരിയബിളിനെ, എക്സിൽ നിന്ന് വേറൊരു വേരിയബിളിനെ ഞാൻ 0ലേക്ക് ടെൻഡ് ചെയ്യിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, ഫ്രം ദെയർ വിൽ തിങ്ക്. സോ എക്സിനെ അല്ല വേറൊരു വേരിയബിളിനെ 0ലേക്ക് ടെൻഡ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ആ വേരിയബിളിനെ കണ്ടുപിടിക്കാൻ നോക്കാൻ പോവാണ്. സോ വി ആർ ഗിവൺ ദാറ്റ് എക്സ് ഇസ് ടെൻഡിങ് ടു π/2. എക്സിൻ്റെ വാല്യൂ π/2ന് വളരെ ക്ലോസ് ആണ് പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഡബിൾ എക്സ് 2xൻ്റെ വാല്യൂ എങ്ങോട്ടായിരിക്കും പോവുക? പൈൻ്റെ അവിടേക്കാണ് അപ്രോച്ച് ചെയ്യണത്. ഓക്കെ, അതായത് 2x മൈനസ് പൈൻ്റെ വാല്യൂ 0ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പൈ മൈനസ് 2xൻ്റെ വാല്യൂ 0ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സോ എക്സിൻ്റെ വാല്യൂ π/2ലേക്കാണ് അപ്രോച്ച് ചെയ്യണമെന്ന് വെച്ചാൽ പൈ മൈനസ് 2x എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ല, ആ നമ്പറിൻ്റെ വാല്യൂ ബേസിക്കലി 0ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ 0ലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. നൗ ഹിയർ ഇസ് ദ ഫൺ ഫാക്ട്. പൈ മൈനസ് 2x എന്ന് പറയുന്നത് എന്താ? ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ആളാണ്. സോ ഇവൻ്റെ ഈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്തിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്? 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ഇൻഫാക്ട് അത് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ പൈൻ്റെ സ്ഥാനത്ത് നമുക്ക് ഡയറക്റ്റ് π/2 എന്ന് വെക്കാൻ പറ്റാത്തത്, എക്സിൻ്റെ സ്ഥാനത്ത് ഡയറക്റ്റ് π/2 എന്ന് വെക്കാൻ പറ്റാത്തത്. ഓക്കെ, സോ ഐ ഹാവ് റിസീവ്ഡ് ഓർ ഐ ഹാവ് ഗോട്ട് മൈ ആംഗിൾ. ഓക്കെ, അല്ലെങ്കിൽ ഈ നമ്പർ, ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്താണ് വെക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടി. സോ ബേസിക്കലി ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഐ എം ഗോയിങ് ടു കോൾ ദിസ് പൈ മൈനസ് 2xനെ ഐ എം ഗോയിങ് ടു കോൾ സംതിങ് ലൈക്ക് എഫ്. സോ എഫ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് 2x. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താ വരിക? ഇൻ ടേംസ് ഓഫ് എഫ്, എക്സ് വിൽ ബി പൈ മൈനസ് എഫ് ഡിവൈഡഡ് ബൈ 2. ശരിയല്ലേ? പൈ മൈനസ് എഫ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ ഇത്ര ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉള്ളിലേക്ക് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ ഞാൻ ഈ ലിമിറ്റിനെ റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു π/2 എന്നായിരുന്നു. അവിടെ നിന്ന് തന്നെയാണ് ഞാൻ ഡിറൈവ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് എത്തിയേക്കണേ. ഓക്കെ, സോ ഈ സാധനത്തിനാണല്ലോ ഞാൻ എഫ് എന്നും വിളിച്ചേ. സോ ദിസ് എഫ് വിൽ ഓൾസോ ടെൻഡ് ടു 0. സോ എനിക്ക് ലിമിറ്റ് എഫ് ടെൻഡിങ് ടു 0 എന്ന് എഴുതിക്കൂടെ? ഇനി പ്രത്യേകത എന്താ? ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സാധനത്തിനും ഇനി എഫിൻ്റെ ടേംസിലാണ് എഴുതാനായിട്ട്. സോ 1 മൈനസ് സൈൻ എക്സിന് ഞാൻ എന്താ എഴുതിയേക്കണേ? π/2 മൈനസ് f/2. ഡിവൈഡഡ് ബൈ, ഒരു മിനിറ്റ്, ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2xന് ഞാൻ എന്താ വിളിച്ചേ? ഞാൻ എഫ് എന്ന് വിളിച്ചേ. സോ പൈ മൈനസ് 2x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എനിക്ക് എഫ് സ്ക്വയർ എന്ന് കിട്ടും. ഈ ലിമിറ്റിനെ സോൾവ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ ദിസ് ലിമിറ്റ് ബിക്കംസ് ലിമിറ്റ് എഫ് ടെൻഡിങ് ടു 0 1 മൈനസ് സൈൻ π/2 മൈനസ് f/2. So what is sin π/2 minus theta? It is cos π/2. Sorry, cos theta. So sin π/2 minus theta in the cos theta ആണ്. So this will become 1 minus cos, ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ഓക്കെ, ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? f/2. So this becomes cos f/2 divided by f square. Now this is much more manageable than what we were previously given. ഈ സാധനം കണ്ടുപിടിക്കുന്നതിനായിട്ട് 10 ഇരട്ടി മാനേജബിൾ ആണ് ആക്ച്വലി ഈ ഒരു എക്സ്പ്രഷൻ. This is much more manageable. So how will we solve this question? Okay, how will we solve this limit? ഈ ലിമിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ആയില്ലേ? So how will we solve this? Okay.
How will we solve this limit? So ഇവിടെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ വീണ്ടും കുറച്ച് രൂപങ്ങളെ മാറ്റണം. വി നീഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ ഫോം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് ഇതിനെ എത്തിക്കണം, എന്നാൽ മാത്രമേ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റൂ. സോ വി നോ ദാറ്റ് 1 മൈനസ് കോസ് തീറ്റ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഈ 2 തീറ്റനെ തീറ്റ വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിലോ 1 മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ബേസിക്കലി ദ ഹോൾ പോയിന്റ് ബീങ്, എന്താണോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആംഗിള് അതിൻ്റെ പകുതി ആംഗിൾ ആയിരിക്കണം ഇവിടെ എടുത്തിട്ടുണ്ടാവേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 മൈനസ് കോസ് എഫ് ബൈ 2 എന്തായിരിക്കും? 2 സൈൻ സ്ക്വയർ എഫ് ബൈ 2 ബൈ 2 അല്ലെങ്കിൽ 2 സൈൻ സ്ക്വയർ എഫ് ബൈ 4 അല്ല, എഫ് ബൈ 2ൻ്റെ പകുതി എന്താ? എഫ് ബൈ 4 അല്ലേ? സോ ഇവിടെ 2 സൈൻ സ്ക്വയർ എഫ് ബൈ 4 വരും. ഓക്കെ അല്ലേ? സോ ആ ഒരു വാല്യൂവിനെയും കൂടി അങ്ങോട്ട് തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എഫ് ടെൻഡിങ് ടു 0 2 സൈൻ സ്ക്വയർ എഫ് ബൈ 4 ഡിവൈഡഡ് ബൈ എഫ് സ്ക്വയർ അല്ലേ? ഞാൻ ഈ 2നെ കോമൺ പുറത്തേക്ക് എടുക്കുകയാണ് ബിക്കോസ് ഇറ്റ് ഇസ് എ കോൺസ്റ്റൻറ്റ്. ലിമിറ്റ് എഫ് ടെൻഡിങ് ടു 0 സൈൻ സ്ക്വയർ എഫ് ബൈ 4 ഡിവൈഡഡ് ബൈ എഫ് സ്ക്വയർ. ഹൗ വിൽ വി ഡു ദിസ്? നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഇത്ര നേരം പറഞ്ഞിരുന്നത് എന്താ? നമ്മൾ ഇത്ര നേരം ഇതൊക്കെ നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ടെ? വി വർ ട്രൈങ് ടു യൂസ് ദ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടിരുന്നത്. ഓക്കെ, വി ഹാവ് ഗോട്ട് സൈൻ സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ സംതിങ് ബൈ സംതിങ് സ്ക്വയറിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വി നീഡ് ടു മേക്ക് ഇറ്റ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദിസ് ഫോം. ഓക്കെ അല്ലേ? അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണേ. സോ ബേസിക്കലി ഇങ്ങനെ ആലോചിക്കുക. ലിമിറ്റ് പാർട്ട് നിങ്ങൾ തൽക്കാലം ഒരു സെക്കൻഡ് ഒന്ന് മനസ്സിൽ നിന്ന് വിടുക. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ് സെക്ഷൻ. ഇതെന്താ പറയണേ? സൈനിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആള് 0ലേക്കാണ് പോണെങ്കിൽ അതേ ആളെ നമ്മൾ ഇവനെ വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് എത്ര കിട്ടും? 1 കിട്ടും. യെസ് ഓർ നോ? അപ്പോൾ അതായത് ബേസിക്കലി ഞാൻ ഇവനെ സൈൻ എക്സ് ബൈ എക്സ് വെച്ച് ഒന്നും കൂടി ഡിവൈഡ് ചെയ്താൽ വിൽ ദർ ബി എനി ഡിഫറൻസ്? വലിയ ഡിഫറൻസ് ഉണ്ടാവും? വലിയ കാര്യമായിട്ട് ഡിഫറൻസ് ഉണ്ടാവില്ല. ബിക്കോസ് ഇപ്പോഴും സൈനിൻ്റെ ഉള്ളിൽ പോകുന്ന ആൾ 0ലേക്കാണ് പോകുന്നത്, അതേ ആൾ തന്നെയാണ് താഴത്തുള്ളത്. സോ ദിസ് ലിമിറ്റ് സ്റ്റിൽ സ്റ്റാൻഡ്സ്. സോ ഇവനും 1ലേക്ക് തന്നെ അപ്രോച്ച് ചെയ്യുക. നേരത്തെ ഇവനും 1ലേക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അതായത് ഇഫ് ഐ റീറൈറ്റ് ദിസ് ഐ വിൽ ഗെറ്റ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 0 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇതേ രീതിയിൽ സൈൻ ക്യൂബ് എക്സ് ബൈ എക്സ് ക്യൂബ് എടുത്തോ, സൈൻ റേസ് ടു 4 ബൈ എക്സ് സൈൻ റേസ് ടു 4 ബൈ എക്സ് റേസ് ടു 4 എടുത്തോ, സൈൻ റേസ് ടു 5 എക്സ് ബൈ എക്സ് റേസ് ടു 5 എടുത്തോ, എന്ത് വേണമെങ്കിലും എടുത്തോ. ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് ഇസ് ടെൻഡിങ് ടു 0 ദാറ്റ് എൻറ്റയർ ലിമിറ്റ് വിൽ നാച്ചുറലി ടെൻഡ് ടു 1. ഓക്കെ അല്ലേ? ഫൈൻ. ഓക്കെ. പക്ഷെ ഇവിടുത്തെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിമിറ്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? എക്സ് ഈ സൈൻ സ്ക്വയറിൻ്റെ ഉള്ളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? അതേ സാധനത്തിൻ്റെ സ്ക്വയർ ആയിരിക്കണം താഴ്ത്തുണ്ടാവേണ്ടത്. അതായത് ഇവിടെ എനിക്ക് ഈ ഒരു ലിമിറ്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ബാക്കി കണ്ടീഷൻ മൊത്തം ഫുൾഫിൽഡ് ആണ്. എന്തുകൊണ്ടാണ്? ദാ എക്സ് ടെൻഡിങ് ടു 0, ഇവിടെ എഫ് ടെൻഡിങ് ടു 0, കുഴപ്പമില്ല. സൈൻ സ്ക്വയർ ഓഫ് സംതിങ് ഡിവൈഡഡ് ബൈ ഒരു സ്ക്വയർ. ഓക്കെ. ബട്ട് ഇതെനിക്ക് പ്രോപ്പറായിട്ട് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ആ ഒരു രൂപത്തിലേക്ക് എത്തിക്കണമെങ്കിൽ, ഈസ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റണമെങ്കിൽ ഇൻഫാക്ട് എനിക്ക് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ സ്ക്വയർ ഉണ്ടല്ലോ എഫ് ബൈ 4, ആ ഒരു ബ്രാക്കറ്റിലത്തെ എഫ് ബൈ 4ൻ്റെ സ്ക്വയർ ആയിരിക്കണം എനിക്ക് താഴ്ത്തുണ്ടാവേണ്ടത്. ഓക്കെ. സോ എഫ് ബൈ 4ൻ്റെ സ്ക്വയർ എന്താ? എഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 16. എനിക്കിവിടെ എഫ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. എനിക്കിവിടെ ബൈ 16 കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ പ്രോബ്ലങ്ങൾ സോൾവ് ആയി കിട്ടിയാണ്. കുഴപ്പമില്ല, ബൈ 16 കിട്ടോ. പക്ഷേ എനിക്കൊരു ബൈ 16 എൻ്റെ സൈഡിൽ നിന്ന് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഡിനോമിനേറ്റർ ഒരു 16 മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പം എന്തുണ്ടായി? ഇപ്പോൾ ഈ ഒരു സാധനം ഈ ഒരു ലിമിറ്റിൻ്റെ കണ്ടീഷനെ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ആൾ 0ലേക്കാണ് ടെൻഡ് ചെയ്യുന്നത്, അവൻ്റെ സ്ക്വയർ ആണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. സോ ദിസ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു 1. സോ ദെർഫോർ വി ക്യാൻ റൈറ്റ് 2 ഇൻറ്റു
ലിമിറ്റ് എഫ് ടെൻഡിങ് ടു 0. ഇത് മൊത്തം 1 എന്ന് പറഞ്ഞു. പിന്നെ താഴെ ഒരു 16 ഉണ്ട്, അത് മറക്കരുത്. ദിസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 8. ഓക്കെ ആണോ? സോ ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? വി വർ സോൾവിങ്. സോ ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ദിസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 8. ഇതെന്ന് പറയുന്നത് ആരുടെ ലിമിറ്റാണ്? ഇത് ഇവൻ്റെ ലിമിറ്റാണ്. ഓക്കെ, സോ വി ഹാവ് ഫൗണ്ട് ദാറ്റ് ദിസ് വാല്യൂ ഓഫ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 8. സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ക്യൂ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 8, അതായത് ക്യൂ ബൈ 8 ഇസ് ഈക്വൽ ടു 1 ബൈ 2. ഇതിനെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. വി ആർ ഗെറ്റിംഗ് ക്യൂ ഇസ് ഈക്വൽ ടു 4. ദിസ് ഇസ് ദ റിക്വയർഡ് വാല്യൂ ഓഫ് ക്യൂ. സോ നമുക്ക് പിൻ്റെ വാല്യൂ കിട്ടി ഹാഫ്, ക്യൂവിൻ്റെ വാല്യൂ കിട്ടി 1/4. സോറി, ക്യൂവിൻ്റെ വാല്യൂ കിട്ടി 4. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് കണ്ടിന്യൂറ്റി. മിക്ക ക്വസ്റ്റ്യൻസും ഇതേ ഒരു ടൈപ്പാണ്, ഇതേ ഒരു പാറ്റേൺ ആണ്. നമുക്ക് കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ്. അത്രേ ഉള്ളൂ. ഇതന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ മതി. സോ ദിസ് ദ ജനറൽ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്. യു ക്യാൻ പ്രാക്ടീസ് ദീസ് ക്വസ്റ്റ്യൻസ് ഓൺ യുവർ ഓൺ. ഐ ഹോപ്പ് യു ആർ ഓൾറെഡി sufficient to handle these kind of questions. ഇനി rationalization questions ഉണ്ട് വേറെ ടൈപ്പ്, but that is also a standard question. You will find it when you are solving NCERT. NCERT സോൾവ് ചെയ്യുന്ന സമയത്ത് rationalization based questions ഉണ്ടാവും. അതിലും ബേസിക്കലി ഇതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. റാഷണലൈസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സോ ദിസ് ഇസ് ദ ജനറൽ വേ ഹൗ യു ഡു ഇറ്റ്.